അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നാലോ. ഞാനേ നേരത്തെ കട്ടിങ്ങിൽ ഇങ്ങനത്തെ പീസ് വെക്കുന്നത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അളവിലും ഒക്കെ പീസ് കട്ട് ചെയ്ത് എടുക്കണം. കാര്യം ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട്. ഇതിപ്പോൾ എനിക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കളറായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത്. ഇത് പൈപ്പിംഗ് ലേസ്, നൈറ്റി ലേസാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ താഴത്തെ തുണിയും മേലത്തെ തുണിയും ഒപ്പം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ പീസ് ഇതിൻ്റെ അടിയിലേക്ക് ഒപ്പത്തിന് വെച്ച് കൊടുക്കണം. കണ്ടോ? കണ്ടോ? ഇങ്ങനെ. എന്നിട്ട് ഈ ലേസിൻ്റെ സൈഡിൽ കൂടെ ഒരടി കൂടെ എന്നിട്ട് ഇതൊന്ന് നമ്മൾ കെട്ടിമാറ്റണം. ഇവിടെ നിന്നാണെങ്കിൽ മറ്റേ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ അങ്ങനെ. അതിനുശേഷം ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം വെച്ച് അടിച്ചു കൊടുക്കണം. തുണി തെന്നി മാറാതെ നോക്കണേ. വെച്ച് കൊടുത്താൽ ഇച്ചിരി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാം. ഈ പീസും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. പീസും ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ? ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന പീസ് നമുക്ക് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കണവേ. ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് ക്രോസ് പീസ് വെച്ച് അടിച്ചില്ലേ നമ്മൾ, അത് നമുക്ക് പതിച്ചെടുക്കാം. കണ്ടോ? ഇനി നമുക്ക് ഈ വശം നമ്മൾ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പതിച്ചടിച്ച് കൊടുത്തു. ഇങ്ങനെ ഇവിടെ മുതൽ ഇവിടം വരെ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് സ്ലീവിൻ്റെ തേര് വശം നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാം. ഇതാണ് തേര് വശം. തേര് വശം നമുക്കൊന്ന് മടക്കി അടിക്കാം. 1/2 ഇഞ്ച് മടക്കി അടിച്ചാൽ മതി. ഇനി ഇതും അതുപോലെ തന്നെ മടക്കി അടിക്കാം. അപ്പോൾ സ്ലീവ് നമ്മൾ
അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്യാം. ഈ പീസ് ഇങ്ങനെ വെച്ച് ഇത് നേരെ വേണം വെക്കാനായിട്ട്. ഇവ കട്ടിങ് കണ്ടോ, മടക്ക് കണ്ടോ, ഇതിൻ്റെ നേരെ വെച്ച് വേണം. വേണ്ട, ഇതിപ്പോൾ ഒപ്പത്തിനായിരിക്കുന്നത്. അപ്പോൾ നേരെ വെച്ച് ഇതൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒപ്പം വെച്ച് കണ്ടോ, ഇങ്ങനെ അതിനുശേഷം ഇത് സൂചി കുത്തി നിർത്തിയിട്ട് തുണി ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചിട്ട് ഇത് നമുക്കൊന്ന് പതിച്ചടിക്കാം. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സ്ലീവും ഇതുപോലെ തന്നെ പതിച്ചടിച്ച് കൊടുക്കാം. സ്ലീവ് അടിച്ച് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ പീസ്, ബോഡി പീസ് താഴത്തോട്ടുള്ളത് എടുക്കാം. ഇതിൻ്റെ ഒരറ്റം ഇത് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് പോകും. അപ്പോൾ ഈ പോർഷൻ വിട്ടിട്ട് വേണം, ഇവിടെ തൊട്ട് വേണം തുണി വയ്ക്കാനായിട്ട്. ഇങ്ങനെ ഒപ്പം തുണി വെച്ച് ഇവിടെ നമ്മൾ കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇതാകാൻ വേണ്ടിയിട്ട്, പ്ലീറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ അറ്റത്തും ഇതില്ലേ, ഈ പീസിൻ്റെ ഇതും ഈ സ്ലീവിൻ്റെ ഇതും തമ്മിൽ നമുക്കൊരു പിൻ ചെയ്ത് വയ്ക്കാം. ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ പ്രാക്ടീസ് ആയിക്കോളും, പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ഇടണമെങ്കിൽ കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ഇടാം, വലിയ പ്ലീറ്റ്സ് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ലേസ് വെച്ചിട്ടില്ലേ, നമ്മൾ ലേസ് അല്ലെങ്കിൽ പൈപ്പിങ് എന്തോ കൊടുത്തതിൻ്റെ അവിടെ കൊണ്ടുവന്ന് പ്ലീറ്റ്സ് അവസാനിപ്പിക്കണം. കണ്ടോ, എന്നിട്ട് നമുക്ക് ഈ മുട്ടുസൂചി മാറ്റാം. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി നേരത്തെ ചെയ്തതുപോലെ തന്നെ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ അതിനുശേഷം ഇത് നേരെ തിരിച്ചെടുത്തിട്ട് കണ്ടോ, പ്ലീറ്റ്സ് കണ്ടോ, കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ട് ഇത് അടിയിൽ തയ്ച്ചു പോയ പീസ് നമ്മൾ മേളി വരത്തക്ക രീതിയിൽ, അതായത് ഈ ഭാഗത്ത് വരത്തക്ക രീതിയിൽ വേണം വെച്ച് അതിൻ്റെ മേളിൽ കൂടെ പതിച്ച് അടിക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ
അപ്പോൾ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ലൈക്കും ചെയ്തേക്കണവേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കണേ. കണ്ടോ, പതിച്ച് അടിച്ച് ഇവിടെ നിർത്തി. കണ്ടോ കണ്ടോ പിടിച്ചിട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ കാണാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ബാക്ക് സൈഡിലും നമ്മൾ ഈ പോർഷൻ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ സെൻറ്റർ എത്താറാകുമ്പോൾ, ഇപ്പം ഇതാണ് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം, ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ടതിൻ്റെ ഏകദേശം ഒരു ഇത് കിട്ടും. അപ്പോൾ അവിടെ നിന്നൊരു കട്ടിട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഇവിടെ കണ്ടോ, ഇതിൻ്റെ സെൻറ്ററിലും കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോഴത്തേക്കും മനസ്സിലാവും. കണ്ടോ, അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് ഈ മുട്ട സൂചി ഒന്ന് വരി കൊടുക്കാം. ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം കണ്ടോ, കറക്റ്റായിട്ട് പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോ, പ്ലീറ്റ്സ് നേരത്തെ ഫ്രണ്ട് പോർഷൻ പതിച്ചടിച്ച പോലെ തന്നെ ഇത് നമുക്ക് പതിച്ചടിക്കണം.
പോലെ തന്നെ ഇതും പതിച്ച് അടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്ക് 2 വശവും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്ക് 2 വശവും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. വെക്കാനായിട്ടുള്ളൊരു പീസ് എടുക്കാം. എന്നിട്ട് എത്രത്തോളം ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി എടുത്താൽ മതി. അപ്പം കാണാനൊരു ഭംഗിയുണ്ടാവും. കണ്ടോ? ഇതേപോലെ ഇപ്പുറത്തും ചെയ്തെടുക്കാം. വെച്ച് കൊടുക്കാം.